ഓക്കെ, അങ്ങനെ 75 ഡേ ഹാർട്ട് ചലഞ്ചിൻ്റെ ഫസ്റ്റ് ഡേ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് 2 ഹോൾ എഗ്ഗ്, കുറച്ച് സീഡ്, പംകിൻ സീഡും സൺഫ്ലവർ സീഡും, പിന്നെ കുറച്ച് കുക്കുംബർ. ഉച്ചയ്ക്ക് പയറ് ഏകദേശം ഒരു 100-150 ഗ്രാം ഉണ്ടാവും. ചെറുപയർ, നമ്മൾ പച്ചപ്പയറില്ലേ, ചെറുപയർ, അത് പുഴുങ്ങിയത്. എന്നിട്ട് പിന്നെന്താ വെച്ചാൽ, പിന്നെ കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നു, ഒരു ഓറഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ ഇനി വൈകിട്ട് ഞാൻ ചായ അങ്ങനെ എനിക്ക് രാവിലെ വൈകിട്ടും ചായ കുടിക്കുന്ന ശീലമില്ല. കുറേ വെള്ളം കുടിച്ചു. ഉപ്പി ഇല്ലാത്തതുകൊണ്ട് അറിയില്ല. അപ്പം ഓഫീസിൽ ഡിസ്പോസിബിൾ ഗ്ലാസ്, പേപ്പർ ഗ്ലാസ്സാണ് ഇരിക്കണം. അപ്പോൾ അതിനകത്തുനിന്ന് വെള്ളം എടുത്ത് കുറേ വട്ടം വെള്ളം കുടിച്ചു. അതൊന്നും ശീലമുള്ളതാണ്. അതൊന്നും ഒരു 2-3 ലിറ്റർ എന്തായാലും കുടിക്കും. അപ്പോൾ കുറേ വെള്ളം കുടിച്ചു. ഇങ്ങനെ ഡേ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിരിക്കുകയാണ്. ഞാൻ ഇതിനു മുന്നേയും ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, എന്തിനാണോ എന്തോ ഈ വഴി 1 വേ ആക്കി വെച്ചത്. നല്ല വഴിയാണ്, പെട്ടെന്ന് എത്താം. ഹെൽമെറ്റ് താഴോട്ട് ഇറങ്ങി പോവുക. ഹെൽമെറ്റിനൊരു ഗ്രിപ്പില്ല. പുതിയൊരു ഹെൽമെറ്റ് മേടിക്കണം. എം ജിയുടെ വണ്ടി നല്ല വണ്ടിയാണ്. പക്ഷേ അവർ കുറേ വണ്ടി ഇറക്കില്ല. ആകെ ഒരു ഹെക്ടറും പിന്നെ ഒരു ഗ്ലോബ്സറും അങ്ങനെ വണ്ടി. പക്ഷെ ഞാൻ ഒമാനിലായിരുന്ന സമയത്ത് ഞാൻ കുറേ സെഡാൻ വണ്ടികൾ കണ്ടിട്ടുണ്ട് എം ജിയുടെ. അതൊക്കെ നല്ല കിടിലൻ വണ്ടികളാണ്. എം ജിയുടെ നല്ല സെഡാൻ, ഇലക്ട്രിക്കലൊന്നും അല്ല, നോർമൽ എം ജിയുടെ സെഡാൻസ് നല്ല വണ്ടികളായിരുന്നു. നല്ല കാണാനും ലുക്കൊക്കെ ഉള്ള, അത്യാവശ്യം ഭംഗിയൊക്കെ ഉള്ള നല്ല വണ്ടി. പക്ഷെ അതൊന്നും ഇവിടെയൊന്നുമില്ല. എല്ലാം ഇമ്പോർട്ട് ഡ്യൂട്ടിയാണ് പ്രശ്നം. മക്കളെ ഒന്നും ചെയ്യലടാ, അവൻ പൊക്കോട്ടടാ. മാമൻ ഇതുവഴി ഇറങ്ങിയാലും നമുക്ക് നേരെ ആ മെയിൻ റോഡിൽ ചെന്ന് കയറാം. പക്ഷേ ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. കട്ടടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ലാസ്റ്റ് എൻഡിൽ പോയിട്ട് ഒരു ട്രാഫിക് സിഗ്നലും കഴിഞ്ഞിട്ടുള്ള, ഡൊംബ്ലൂരിൻ്റെ അവിടെ നമ്മൾ തിരിയാവുന്ന ട്രാഫിക് സിഗ്നൽ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് ആ പാലം കയറുന്നതിന് മുന്നേ ചെന്ന് കയറാൻ പറ്റും. അത് നൈസ് റോഡാണ്. ഞാൻ നേരത്തെ എന്താ പറയാൻ വന്നേ, ASMR വീഡിയോ എടുക്കുക, ഈ വീഡിയോ എടുക്കാം, അതായിരുന്നു പ്ലാൻ. ഓഡിയോ കൊടുത്ത വീഡിയോ കുറച്ച് ക്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇപ്പം തന്നെ ഇത് കുറേ ലെങ്തായി ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക, അത് നല്ലൊരു ക്ലിപ്പാക്കാം. എന്നിട്ട് സംസാരിക്കാത്ത സമയത്ത് അതിനെ ASMRലോട്ട് മാറ്റുക, മൂവ് ചെയ്തിടുക. ഇതായിരുന്നു പ്ലാൻ. പക്ഷേ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, എനിക്ക് സംസാരിക്കാൻ ത്വര. എന്നാൽ സംസാരിക്കാൻ വീഡിയോ ഓണാക്കി കഴിഞ്ഞാലോ ആ ത്വരയില്ലതാനും. എന്തല്ലേ ഇവരിത് കെട്ടണം, ഭയങ്കര രസമാണ്. എല്ലാം ഇവരുടെ ഈ സ്ട്രക്ചർ മൊത്തം ഇതിനകത്ത് ഇരുമ്പിനകത്ത് അവർ പ്ലേറ്റ് ഇട്ടിട്ട് അവർ കെട്ടണം. ഒരു ബിൽഡിങ് പണിയാണ് മൊത്തം. എന്താല്ലേ എൻ്റെ ബിൽഡിങ് ഒരു വീടല്ല, പക്ഷേ ഇതിൻ്റെ അതായത് അതിനെന്താ പറയുക, മറന്നുപോയല്ലോ, ഈ കടകളൊക്കെ കോർപ്പറേറ്റ് അല്ലല്ലോ, വാണിജ്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കടകൾ തുടങ്ങണ കൺസ്ട്രക്ഷൻ എല്ലാം മാറി. അതെല്ലാം ഒരു മോഡുലാർ വേയിലോട്ട്, ഈസി ടു ഡിസ്ട്രക്റ്റബിൾ ആൻഡ് ഈസി ടു ചേഞ്ച് ആൻഡ് മൂവ്, വട്ടപ്പർ അങ്ങനെ ഒരു രീതിയിലോട്ട് എല്ലാം മാറി. ഇതാണ് ഞാൻ പറഞ്ഞത്. അവിടെ ട്രാഫിക്ക്, ഇവിടെ നമുക്ക് പാലം, ഈ പാലം തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കയറിപ്പോയി. നമ്മൾ കുറേ ദൂരം ലാഭിച്ചു, കുറേ സമയം ലാഭിച്ചു. ഇതാണ് മാജിക്. ബൈക്കിൽ വരുമ്പോൾ കിട്ടുന്ന ഒരു മാജിക് ഇതാണ്. കുറേ ദൂരം ലാഭിക്കാം, കുറേ സമയം ലാഭിക്കാം. അപ്പോൾ ഓക്കെ, ബൈ. ഇനി സംസാരിക്കാൻ പറയുകയാണെങ്കിൽ ഞാൻ വരാം. വൈകിട്ട് വരുമ്പോൾ ഇവിടുത്തെ ട്രാഫിക്കാണ് സഹിക്കാൻ പറ്റുന്നത്. അൺസൈക്കിൾ എന്ന് പറഞ്ഞാൽ അൺസൈക്കിൾ, ഒരു മുടിഞ്ഞ ട്രാഫിക്. പക്ഷെ പെട്ടെന്ന് പോകും, ഓടിക്കൊണ്ടിരിക്കും. പക്ഷേ എന്നാലും അതൊരു, ഈ പാലം വന്നു കഴിഞ്ഞാൽ, ഈ ഒരു പാലം എത്ര കൊല്ലമായി എന്നറിയാമോ? ഞാൻ വന്നിട്ട് തന്നെ 2.5 കൊല്ലമായി. 2.5 കൊല്ലം കൊണ്ട് ഈ പാലം ഇവിടെ ഉണ്ട്. ഏതോ സിനിമയിൽ ആരും പറയുന്നതല്ല, അമ്മൻ ഇവിടെ ഉണ്ട്, അമ്മ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് പറയാമല്ല. ഈ പാലം ഇവിടെ തന്നെ ഉണ്ട് ഇങ്ങനെ. പക്ഷെ ഇപ്പം കുറേ പ്രോഗ്രസ് ഉണ്ട്. അപ്പോൾ ഉടനെ വരുമായിരിക്കും. വന്നാൽ കൊള്ളാം.
എന്തായാലും വീടെത്താറായി. ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനെന്ന് വിചാരിച്ചാൽ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീഡിയോ എടുക്കും. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവും. ആരെങ്കിലും ഇഷ്ടപ്പെടുന്നതിന് മുന്നേ ആരെങ്കിലുമൊക്കെ ഇതൊക്കെ കാണുന്നുണ്ടാവും. അതാണ് ചോദ്യം. കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ കാണും. ഞാൻ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഇതിൽ നിന്ന് ഒന്നും കിട്ടില്ല എന്ന് അല്ല, കിട്ടണമെന്നുണ്ട്. പക്ഷേ മാക്സിമം ഡോക്യുമെൻ്റ് ചെയ്യുക, പറ്റണം അത്രയും ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 കൊല്ലമായിട്ട് ഞാനിവിടെ ഉണ്ട്. 2.5 കൊല്ലം കൊണ്ട് ഞാനിപ്പോൾ ഇതേപോലെ തന്നെയാണ് എല്ലാ ദിവസവും. എൻ്റെ എല്ലാ വീക്ക് ഡേയും ഇതേപോലെ തന്നെയാണ്. പക്ഷേ അതിനൊരു മെമ്മറി ഇല്ല. പക്ഷേ ഞാനിപ്പോൾ അല്ലെങ്കിൽ ഞാൻ വന്ന അന്നത്തെ ഞാനിവിടെ ജോയിൻ ചെയ്യാൻ വന്നത് ഒരു നവംബർ 13 ഒരു ചൊവ്വാഴ്ച ആണ് ഞാനിവിടെ ലാൻഡ് ചെയ്യുന്നത്. നവംബർ 13 ചൊവ്വാഴ്ച ആണോ ആവും, അന്നാണ് ലാൻഡ് ചെയ്യണം. അപ്പോൾ അന്ന് ഞാനൊരു വീഡിയോ എടുത്തില്ല, ഒരു മെമ്മറി ഇല്ല. കുറച്ച് ഫോട്ടോസ് ഉണ്ടാവും, പക്ഷേ അല്ലാണ്ട് വേറൊരു മെമ്മറീസും ഇല്ല. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അതും ചെറുതായിട്ട്. അതിനെയും എനിക്കൊന്ന് യൂട്യൂബിൽ നിന്ന് ഞാൻ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ഡിലീറ്റ് ചെയ്തോ എന്തോ ചെയ്തു. അപ്പോൾ അതിൻ്റെയും മെമ്മറീസ് ഇല്ല. അപ്പോൾ ഇതെന്തായാലും ഇനിയുള്ളതൊന്നും ഡിലീറ്റ് ചെയ്യില്ല. ഇതെല്ലാം സീരിയസ് ആണ്. എല്ലാം ബ്ലോഗ് പോലെ ഞാനിപ്പോഴും പല സീരീസ് ഞാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും എല്ലാം ബ്ലോഗ് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനങ്ങനെ തന്നെയാണ് കരുതുന്നത്, എല്ലാം ബ്ലോഗായിട്ട്. ഇതിപ്പം വ്ലോഗ് 14 പാട്രിയോട്ടിൽ പറയുന്ന പോലെ വ്ലോഗ് 114 വിമതൻ. പാട്രിയോട്ടിൽ മമ്മൂക്ക അങ്ങനെ ഒരു വ്ലോഗറായിട്ട് വരുന്നുണ്ട്. OTT വന്നിട്ടുണ്ട്, പോയി കണ്ടോളി. 3 മണിക്കൂർ 3.5 മണിക്കൂറാണുണ്ട്, നല്ലതാണ്. ഇന്ന് വൈകിട്ട് പരിപാടിയുണ്ട്. ഇന്ന് വൈകിട്ട് ചിലപ്പോൾ വേറൊരു ഷോർട്സോ വ്ലോഗോ എന്തെങ്കിലും ഞാൻ പ്ലാൻ ചെയ്യും. വൈകിട്ട് പടത്തിന് പോകുന്നുണ്ട്. പടത്തിന് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. പടം എത്ര മണിക്കാണെന്ന് നോക്കട്ടെ. പടത്തിന് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. എവിടെ ഓക്കെ, യെസ്, അതിരടി. 3 മണിക്കൂറിനുള്ളിൽ തുടങ്ങും. 3 മണിക്കൂർ 37 മിനിറ്റ്. ഷോ സ്റ്റാർട്ട്സിങ് 3 മണിക്കൂർ 37 മിനിറ്റ് ഉണ്ട് നമുക്ക്. യെസ്, PVRലാണ്. അപ്പോൾ എന്തായാലും വൈകിട്ട് അങ്ങോട്ട് പോകും. ഈ ഓടിക്കുട്ടാ, മാറുകുട്ടാ, ഞാൻ പോട്ട് കുട്ടാ, ഞാൻ എത്താറായി കാശ്. ഇവിടുന്ന് ഇനി ഒരു 2-3 ട്രാഫിക്ക് കൂടെ ഉണ്ട്. പക്ഷേ ഈ സിഗ്നൽ പോയി. ഇങ്ങോട്ടാണ് അത്. പിന്നെ അവിടെ പോയി വീണ്ടും വേറെ സിഗ്നൽ വരാൻ വേണ്ടി കിടക്കണം. അത് പെട്ടെന്ന് വരും, പക്ഷെ എന്നാലും കിടക്കണം. നമുക്കിങ്ങനെ കയറ്റി വെച്ചിട്ട് നിൽക്കാം. ഫുൾ സിഗ്നൽ വരും. സിഗ്നൽ പെട്ടെന്ന് ഇവിടെ ഒരു 10-15 സെക്കൻഡേ സിഗ്നൽ ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് വരുന്ന വണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ ഈ സിഗ്നൽ വീഴുമ്പോൾ അങ്ങോട്ട് പോവാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് സിഗ്നൽ കിടക്കുന്നത്. അങ്ങനെ കയറി പോവാം. അവർ വിചാരിക്കുന്നുണ്ട് അവരെത്ര നേരം കൊണ്ട് അവിടെ കിടക്കണം. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾക്ക് പോകണ്ടേ. ആകെ അവിടെ 15 സെക്കൻഡേ ഈ സിഗ്നൽ ഇടുകയുള്ളൂ. പിന്നെന്താ ചെയ്യാൻ പറ്റുക? ഈ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ളത് ഓണാക്കണം. അടിപൊളിയായിരിക്കും. എന്നാലും നമുക്കൊരു പോകാൻ തോന്നില്ലേ, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. എല്ലാവരും ഇതിനകത്ത് നോക്കി നിൽക്കുക. അതെപ്പോൾ അവിടെ നിന്ന് പച്ച മാറി മഞ്ഞ മാറി ചുവപ്പാവുന്നു, അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം. ഇവിടെ പച്ചാവുന്നു എന്നുള്ളതൊരു കാര്യമില്ല. ഒരു വാറാണ്. എങ്ങനെയെങ്കിലും യുദ്ധം ജയിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ആ യുദ്ധത്തിന് വീതിയൊന്നുമില്ല. എങ്ങനെയെങ്കിലും ജയിക്കുക, എങ്ങനെയെങ്കിലും ഓഫീസ് കഴിഞ്ഞ് വീടെത്തുക, അല്ലാണ്ട് അതിനപ്പുറം വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ തന്നെ വണ്ടിയിൽ പോകുമ്പോൾ ഞാൻ തന്നെ എത്ര വണ്ടിയിൽ കൊണ്ടുപോയിട്ട് ഉരയ്ക്കുന്നുണ്ട്. എൻ്റെ വണ്ടിയിൽ തന്നെ എനിക്ക് എത്ര പേര് ഇങ്ങോട്ട് വന്ന് ഇരിക്കുന്നുണ്ട്. പക്ഷേ ഞാനത് കയറിയാറില്ല ഇങ്ങോട്ട് വന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവരും എങ്ങനെയെങ്കിലുമൊക്കെ പോവുക എന്നുള്ളതാണ്. അല്ലാണ്ട് അതിനകത്ത് വേറെ വർത്താനം കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ എന്താണ്, അവർക്കും പോകണം നമുക്കും പോകണം എല്ലാവർക്കും പോകണം. ഇതാണ് ഈ ഒരു ചേഞ്ചാണ് കൊണ്ടുവരേണ്ട ലൈഫിൽ. ഒരിക്കലും ഒരു നിങ്ങളൊക്കെ +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കണവരുണ്ടെങ്കിൽ നിങ്ങൾ ജോലി നോക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഇപ്പോഴത്തെ കാലമാണ്. നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാം, ഇൻസ്റ്റാഗ്രാം തുടങ്ങാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാം. ഒരിക്കലും ഒരു ജോലി എന്ന് പറയുന്ന സാധനത്തിലേക്ക് നിങ്ങൾ ഒരിക്കലും പോകരുത്. നിങ്ങൾ ജോലിക്ക് വരാണ്ടാവുമ്പോൾ അവരുടെ ജോലിയുടെ കൾച്ചർ മാറും. അങ്ങനെ കൾച്ചർ മാറുമ്പോൾ നിങ്ങൾ ജോലിക്ക് പോകുക. അല്ലാണ്ട് നിങ്ങൾ ഇപ്പോഴത്തെ കൾച്ചറിൽ ഒരിക്കലും നിങ്ങൾ ജോലിക്ക് പോകാൻ നിൽക്കരുത്. ഇതൊരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിൽ നിങ്ങൾ പെട്ട് കഴിഞ്ഞാൽ എലി വീലിൽ പെട്ടതുപോലെയാണ്. നിങ്ങൾ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കണം ഒരേപോലെ. ഒരു ചേഞ്ച് നിങ്ങൾക്ക് തോന്നില്ല, ഒരു മാറ്റം ഉണ്ടാവില്ല. എന്നും കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ റെക്കോർഡാവുന്നുണ്ടോ ഒരു മാറ്റം ഉണ്ടാവില്ല. മാറ്റമാണ് വേണ്ടത് സുഹൃത്തുക്കളെ. അല്ലെങ്കിൽ നിങ്ങൾ വിരസത കൊണ്ടുണ്ടല്ലോ വന്നു പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ എന്നും ഒരേപോലെ ആകുമ്പം
പിന്നെ എന്താ പുതുമയുള്ള എന്നും ഒരേ കാണുന്ന ഓഫീസ് ഒരേ കാണുന്ന ആൾക്കാർ. നിങ്ങൾ ഒരു ജോലിക്ക് പോകുമ്പോൾ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ജോലിക്ക് പോകുമ്പോൾ എപ്പോഴും അവർക്കൊരു ഇതുണ്ടാവുമല്ലോ, ഒരാഴ്ച ഇത്ര ഷർട്ട് ഇത്ര പാൻറ്റ് ഒന്നും ഉണ്ടാവില്ല. അത് തന്നെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് പോണത്. അപ്പം പിന്നെ എന്താണ് എന്താണ് ഇതിനകത്ത് ജോലി? പിന്നെ ചില ജോലികളുണ്ട് കേട്ടോ, ചില സ്ഥലങ്ങളിൽ ചില ജോലി. ഞാൻ എല്ലാവരെയും പറയണം, ഞാൻ എൻ്റെ കാര്യം മാത്രമല്ലേ അറിയുള്ളൂ. അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ചിലർക്ക് ഡിഫറെൻ്റ് ഒപ്പീനിയൻ ഉള്ളവരും ഉണ്ടാവും. കേട്ടോ, ഞാൻ ഹെൽമെറ്റിനകത്ത് ക്യാമറ വെച്ചിറങ്ങുന്ന ആദ്യമായിട്ടാണ് ഞാൻ ഒരാളെ കാണുന്നത്. ഹെൽമെറ്റിനകത്ത് ക്യാമറ വെച്ചിട്ട് ഞാൻ എപ്പോഴും പോകുമ്പോൾ നോക്കുന്നതാണ്. അത് ഞാൻ ഒരാളെ കണ്ടു. ഈസ് വെയറിങ് എ ആക്ഷൻ ക്യാമറ ഓൺ ഹിസ് ഹെൽമെറ്റ്. ഐ ഫൗണ്ട് എ ഗായ് ഇൻ ബാംഗ്ലൂർ. ഞാനൊരു ഇംഗ്ലീഷ് ചാനൽ തുടങ്ങിയാൽ കൊള്ളാമെന്ന്. എൻ്റെ ഓഫീസിലുള്ളവർക്കെല്ലാം ഹിന്ദിക്കാരായതുകൊണ്ട് നല്ലൊരു കട്ടറായിരുന്നു. ലാട്ടം കൊന്നിൽ പിറന്നനെ നല്ലൊരു കട്ടറായിരുന്നു. നേരെ ചെന്ന് അതിനകത്ത് നിന്ന് വീണ് കൊടുത്തു. അതിന് മുന്നേ വേറൊരു കട്ടറുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് വെടിക്കാൻ പറ്റില്ല. നേരെ ചെന്ന് അതിനകത്ത് വീണു. ഈസ് വെയറിങ് എ ഹെൽമെറ്റ് ആക്ഷൻ ക്യാമറ. ഈസ് വെയറിങ് ഹെൽമെറ്റ്. ഓക്കെ, ഹെൽമെറ്റ് വേറെ ഉണ്ട്. ഞാൻ എന്തോ തേങ്ങയായി പറയാം. പക്ഷേ ഓന അതിനകത്തൊരു ആക്ഷൻ ക്യാമറ വെച്ചേക്കുന്നു. നൈസ്, ഐ ലൈക്ക് ഇറ്റ്. ബുള്ളറ്റാണ്. ഐ തിങ്ക് he will also have a YouTube video or Instagram page or something. Make it memorable guys, every moment make it memorable. എൻ്റെ കൊച്ചിലുള്ള ഫോട്ടോസില്ല, എൻ്റെ വലിപ്പമുള്ള ഫോട്ടോസില്ല. എനിക്ക് +2 +1 അങ്ങനെയുള്ള ഫോട്ടോസുകളൊന്നുമില്ല. ആകെയുള്ള 2-3 ഫോട്ടോസുള്ള. പക്ഷേ ഞാൻ അന്നൊക്കെ കുറേ ഫോട്ടോസ് വന്നു. അതൊന്നും സൂക്ഷിക്കാൻ പറ്റിയില്ല. അതൊന്നും എങ്ങ് നോക്കും. ചുമ്മാ ഗൂഗിൾ ഡ്രൈവിൽ ഇട്ടാൽ മതിയായിരുന്നു, വേറെ മൾട്ടിപ്പിൾ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട്. പക്ഷേ അതും പറ്റിയില്ല. അതുകൊണ്ട് മേക്ക് ഇറ്റ് മെമ്മറബിൾ എവരി മൊമെൻറ്റ്. ഞാനിപ്പോൾ അത് ചെയ്യുന്നു. ഓ ഗൈസ് ആൾസോ ഡു ഇറ്റ്. ഓക്കെ ബൈ. ഞാൻ ഉടനെ ഒരു ഇംഗ്ലീഷ് ചാനൽ തുടങ്ങും ഗൈസ്. എൻ്റെ ഇംഗ്ലീഷ് കൊള്ളാം. യാ, മൈ ഇംഗ്ലീഷ് ഇസ് ഗുഡ്. ഐ ആം ലക്കിംഗ് ഗുഡ്. ഓക്കെ ബൈ.